ഹായ്, ഞാൻ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ എൻ്റെ അനിയുടെ കൂടലാണ്. അനി പറയുന്നത് ഞാൻ അമ്മേൻ്റെ ചേച്ചീനെയാണ് കേട്ടോ അനി ഇന്ന് വിളിക്കുക. അമ്മേൻ്റെ ചേച്ചീൻ്റെ കൂടലാണ്. സോ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാൻ റെഡി ആയി നിൽക്കാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ ഇനി നമ്മൾ ഇപ്പോൾ ഇറങ്ങുമായിരിക്കും. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അവിടെ ചെന്നപ്പോൾ കസിൻസ് മൊത്തം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ചായ കുടിച്ചു കേട്ടോ. ഞാൻ ചായ കുടിക്കൂല, അവരൊക്കെ ചായ കുടിച്ചു. ഞാൻ കൂട്ടലിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വെറുതെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞേരം പുറത്ത് പോവാം, അവിടെ അടുത്തുള്ള സ്ഥലമൊക്കെ അവന് മോനൂസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദേ ഇവനാണ് മോനൂസ്. ഇവനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇവൻ്റെ വീട്ടിൽ കൂടലാണ് കേട്ടോ. ദേ ഇതാണ് ക്യാമറ തുറന്നാലുള്ള അവസ്ഥ. അടിൻ്റെ ഒക്കെ കണ്ടോ എന്തോ സ്നേഹമേ. ആക്ച്വലി ക്യാമറ തുറന്നുകൊണ്ട് അങ്ങനെയല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ വെറുതെ എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇതുപോലെ തന്നെയായിരുന്നു. ഫുള്ള് എന്താ വയ്യെന്ന് വിട്ടു മാറില്ലായിരുന്നു. നല്ല ഭയങ്കര കാര്യമാണ്. അവിടെ എന്നെ വല്ലപ്പോയി അവർക്ക് കിട്ടത്തുള്ളൂ, അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം. ഇത് ഞാൻ തന്നെ പറയേണ്ട അവസ്ഥയാണ് അല്ല കേട്ടോ. ഇതാണ് ഞങ്ങൾ എപ്പോൾ കണ്ടുമുട്ടാനുള്ള അവസ്ഥ. ഇങ്ങനെ തന്നെയാണ് അധികം ഉണ്ടാവുക. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ കൊണ്ടുപോകാം. നമ്മളിപ്പോ നമ്മളും കൂടെ സൈക്കിളിൽ പോകുന്നുണ്ട്, നമ്മൾ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ ഒരു പാറ കാണാനാണ്. പാറയും എന്താ വൈകാട്ടികൾ മൂന്നാളും സൈക്കിൾ മേൽ എന്തെല്ലോ കളിക്കുന്നുണ്ട്. ആകപ്പെടെ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാണാം. നല്ല നല്ല ഉച്ച സമയത്താണ് നമ്മൾ പോകുന്നത്. സമയം 12:15. അതെ, പക്ഷെ നമുക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല അവിടെ ഇങ്ങനെ കുത്തിനിട്ട്. സോ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കും. പിന്നെ ഞാൻ ആ സൈക്കിള് ഞാൻ കുറച്ച് നേരം ഓടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചാട്ടോ. ഈ ക്യാമറമാൻ എൻ്റെ അനിയനാണ് കേട്ടോ. ഗൗതം കൃഷ്ണ സ്പെഷ്യൽ ക്രെഡിറ്റ്സ് കൊടുക്കുന്നതാണ്. ആൻഡ് എനിക്ക് സൈക്കിള് പഠിപ്പിച്ചതും അവരാണ്. സാധാരണ നേരെ തല തിരിച്ചായിരുന്നു വേണ്ടത്, പക്ഷെ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമായിരുന്നു സൈക്കിൾ ഓടിക്കുന്നത്. അത് കാണാനുണ്ടല്ലോ. അയ്യോ എന്നും പറഞ്ഞിട്ടാ പോകുന്നതൊക്കെ. പകുതി വെച്ച് നമ്മൾ ആ പോക്ക് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വിട്ടു. ഫീൽഡ് നമുക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇതിലുള്ള പണിയാണെന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് കഴിക്കാം, എന്നിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നു. നോക്കാം, അതേ നടക്കത്തുള്ളൂ, വേറെ ഒന്നും നടക്കാനില്ല അവിടെ. അതെന്തായാലും നടക്കും. ഇതാണ് കേട്ടോ വീട്. പന്തലൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പോയി തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എഡിറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് അവന് എൻ്റെ അനിയനെ എടുത്തു തരുന്ന ഓരോ ക്ലിപ്പുകളാണ്. പിന്നെ ഓരോന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുക. ആ ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം അല്ലാതെ പാട്ടൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. എന്റെ സ്നേഹിതയാണു നീ. പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ. രണ്ട് പപ്പടം തരുമോ? തന്നു. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ 2 പപ്പടം. പിന്നെ അവർക്ക് ഫുഡ് വിളമ്പാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അവർ നിന്നു. പിന്നെ ഞങ്ങളൊന്ന് ഡ്രസ്സ് എടുക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വീണ്ടും ചായൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചായ കുടിക്കുന്നു. ആൻഡ് ഞാൻ ആസ് യൂഷ്വൽ കൂട്ടൽ കഴിക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലീസും പിന്നെ നാളെ എത്താൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ക്ലിപ്പുകളായിട്ട് എടുക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ആൻഡ് ദിസ് ഇസ് മൈ മമ്മ. അമ്മ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോസ് ചെയ്താട്ടോ. ആൻഡ് ഇതെൻ്റെ ഒരേ ഒരു മാമി. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. ഇത് ബിജു അങ്കിൾ. ഫുഡിന് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ജയിക്കുന്നവർ പിന്നോട്ടും തോക്കുന്നവർ മുന്നോട്ടും പോകുന്ന മത്സരം. അടുത്ത് കരഞ്ഞോണ്ട് ജോലി ചെയ്യുന്നവരാ. കരഞ്ഞോണ്ട് ജോലി ചെയ്യുന്നവരാ. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. ഡ്രൈവർ കാലിലെ കൊലുസുണ്ട് എന്നെ കുരുക്കി അരയിലെ അരഞ്ഞാണ് മരക്കെട്ടിൽ കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപൊട്ടി ഒഴുകുമ്പോ നോക്കല്ലേ നീ ഒരു തീ. പിന്നെ ഇതായിരുന്നു കുറേ നേരം കുസൃതി ചോദ്യവും പാട്ടുപാടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇപ്പോഴും ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ കിടക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ
കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഒന്ന് പോയി കുളിക്കണം എന്തായാലും. രാവിലെ ഇട്ട ഔട്ട്ഫിറ്റ് ഇതൊക്കെ മാറ്റി ഒന്ന് കിടക്കണം. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ കഥയും പറഞ്ഞ പാട്ടും പാടി അങ്ങനെയൊക്കെ കിടക്കുകയായിരിക്കും. പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പം ബാക്കിയൊക്കെ നാളെ കാണിച്ചു തരാം. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്, ബൈ. കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് അതന്നെ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് കുളിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പോയി. എന്നിട്ട് ഫുഡ് വീണ്ടും ഓഫ് കോഴ്സ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നട്ടപ്പതിരക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും അന്നേരം ഓൺ ദ സ്പോട്ട് കിടന്നുറങ്ങാത്തത് കൊണ്ട് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ കുറേ കാലങ്ങൾ കഴിഞ്ഞാലും മെമ്മറീസ് എന്നും പറഞ്ഞിട്ട് അന്നത്തെ നൈറ്റ് ആലോചിക്കുമ്പോൾ തന്നെ ഇതൊക്കെയല്ലേ ഓർമ്മ വരിക. പിന്നെ കുറച്ച് കഴിഞ്ഞേരം ഞങ്ങളെല്ലാ കുട്ടികളും പിന്നെ അമ്മമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലത്തായിരുന്നു കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. പിന്നെ അങ്ങോട്ട് ഞാൻ നേരെ പോയി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി കുറച്ച് അതൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ എന്ന് ഞാൻ ഇട്ട ഈ ഔട്ട്ഫിറ്റും ഈ മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക, ലിറ്റിലി ഐ ഫെൽറ്റ് ലൈക്ക് എ പ്രിൻസസ്. പിന്നെ എഗെയിൻ കുറച്ച് ക്യാമറമാൻ്റെ സ്കിൽസ് കാണിക്കാൻ വേണ്ടി എടുത്ത എന്തൊക്കെയൊക്കെ ഷോട്ട്സ്. പക്ഷെ ഇതൊന്നും എനിക്ക് കളയാനും തോന്നില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഞങ്ങൾ അവിടെ പാട്ടൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞേരം ഡാൻസൊക്കെ ആയി. പിന്നെ ഞാൻ മുടി ഒന്ന് ചെറുതായിട്ട് മാറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് സത്യം പറഞ്ഞാൽ ഈ ഔട്ട്ഫിറ്റിൽ എനിക്ക് വേറെ ഒന്നുമല്ല, ഒരു പ്രിൻസസ് വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഐ ഫെൽ ടു പ്രിറ്റി. ഹലോ, ഞാൻ പുറപ്പെടുകയൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഞാനൊരു ഗെറ്റ് റെഡി എടുത്തിട്ടുണ്ട്. അതാദ്യം വരികയായിരിക്കും മിക്കവാറും. ആൻഡ് ഇവിടെ ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ വരികയായിരിക്കും. ആൻഡ് ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാണിച്ചു തരാം. എൻ്റെ വീട് കൂടലാണ്. എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അധ്യക്ഷം വഹിച്ചത് ആവണിയാണ്. പിന്നെ എല്ലാവരും പുറപ്പെടലായി. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് ശേഷം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയാലും ഗ്യാപ്പ് കിട്ടുന്ന നേരം ഓരോ വീഡിയോസ് എടുക്കുന്ന കേട്ടോ. അവൻ്റെ ബോൾ പോയി എന്നും പറഞ്ഞ കാര്യം. അന്നേരം ഞാൻ പറഞ്ഞ മൈൻഡ് കേട്ടോ, ഈ ഒരു സാധനമാണ്. പിന്നെ ഇവർ മൂന്നാൾ, അമ്മയും ആൻറ്റിയും മാമിയും കേട്ടോ. അവരോട് ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ ഇത് അമ്മയും അച്ഛനും കൂടെ. ഹലോ, കുറച്ച് ആൾക്കാർ എന്താ പറയാ. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്ന ആൾക്കാരെയൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും കുടുങ്ങിയിട്ടുമില്ല കേട്ടോ. ഇതൊക്കെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. പിന്നെ അമ്മേൻ്റെ ആൻറ്റീൻ്റെ കൂടെയൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. അങ്ങനെ ഫുഡിന് ഇന്ന് നല്ല സദ്യയായിരുന്നു കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നൈനൂസ്. നമ്മളിവിടെ റൂമിൽ ഇല്ലേ, ഇവിടെ എന്താ പരിപാടി? വ്ളോഗില് ഞാനൊന്നും കണ്ടില്ലെങ്കിൽ വിവരം അറിയും. അതാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരും പോയി തുടങ്ങി. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഇതാണ് കേട്ടോ വീടിൻ്റെ പേര്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു വൈകുന്നേരമൊക്കെ ആയ സമയത്ത്. പിന്നെ എന്താ ഫുഡ് കഴിച്ച് നേരെ കിടന്നുണ്ടായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുകയാണ്. ഇവിടെ കിടന്നുറങ്ങാൻ റെഡി ആയിക്കുക. അന്നേരമാണ് നമ്മൾ ഓർത്തത് പിന്നെ വ്ലോഗ് എടുക്കുന്നുണ്ട്. അത് ഒരു പ്രോപ്പർ ഉഷാറായി. വ്ലോഗ് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യണമല്ലോ. സോ അവിടെ ഒന്നുകൂടെ ഉണ്ട്. ഇവിടെ ഒരു കൈയൊക്കെ വരുന്നുണ്ട്. വേറെ
എല്ലാം കൂടെ കിടക്കുക. അപ്പൊ ശരി, ഇനി പോയി കിടന്നുറങ്ങണേ. ഗുഡ് നൈറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടോ എന്തൊരു പ്രോത്സാഹനമാണ് നോക്കണേ. അങ്ങനെ പിറ്റേന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയത് കേട്ടോ. മോനൂസിന് ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യം മാമനും മാമിയും അച്ചാച്ചനും അമ്മമ്മയും കുട്ടികളൊക്കെ പോയി, പിന്നെ അച്ഛനും അമ്മയും ഞാനും പോയിണ്ടായിരുന്നു. ഇത് പോകുന്നതിൻ്റെ മുന്നേയുള്ള കുറച്ച് ക്ലിപ്പുകൾ എടുത്തു വെച്ചാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ. ഒരു പരിപാടിക്ക് നിറച്ച ആൾക്കാർ വന്നിട്ട് പിന്നെ പെട്ടെന്നൊന്ന് വീഡിയോ ചെയ്യുന്നതിന് സങ്കടം ഉണ്ടായിരുന്നു അവർക്ക്. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി, ഞാനും ഇപ്പം പോകും. ഇനി പിന്നെ അതിനുശേഷം ഇവൻ ഞാൻ ഒറ്റക്ക് പിന്നെ യൂസ്ഡ് ക്ലാസ്സൊക്കെ ആയിട്ട് അങ്ങ് പോകില്ലേ. ഇതിൽ തന്നെ ഞാൻ കുറേ പേരെ കാണിച്ചിട്ടില്ല, കുറേ പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അത് മനഃപൂർവ്വമല്ല, ചിലർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അപ്പം നമ്മൾ ഫോഴ്സ് ചെയ്യുന്നല്ലോ, അതുണ്ട്. പിന്നെ അല്ലാണ്ട് എടുക്കാൻ നമുക്ക് സമയത്ത് ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, ആഗ്രഹം കുത്തിയിട്ട് എടുക്കാൻ വിട്ടുപോയതുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെയൊക്കെ. അപ്പം ഒരു രണ്ട് ദിവസം അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂടുതലിൻ്റെ വിശേഷങ്ങൾ. എന്തിനാ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ശരി, കുറച്ച് നിമിഷത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ്. ബൈ ബൈ. ഇനി ഇവിടുന്ന് കിട്ടിയതാ. അങ്ങനെ ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. നല്ല അടിപൊളിയായിട്ട് കൂടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ബൈ.